അധ്യാപകരുടെ ഡ്രസ്സിംഗ് ഒരു കുട്ടി എത്രത്തോളം ഒരു അധ്യാപകരുടെ ഡ്രസ്സ് നോക്കുന്നു എന്ന് വരെ നമുക്ക് മനസ്സിലാക്കാം. എന്റെ ക്ലാസ് ടീച്ചർ എന്നെ ക്ലാസ്സിൽ കയറി വരുമ്പോൾ ഞാൻ ആ ടീച്ചറിന്റെ ഡ്രസ്സിംഗ് നോക്കുന്നു. കാരണം ഞാൻ മുമ്പേ പഠിപ്പിച്ചിരുന്ന ഒരു സ്കൂളില് ടീച്ചർമാരെല്ലാം പകുതി സൈഡ് അവയവം മറച്ചിട്ടില്ലായിരുന്നു. സത്യം. പക്ഷെ ഞാൻ ഈ സ്കൂളിൽ വന്നതോടെ വേറൊരു കാര്യം കൂടെ പഠിച്ചു. എന്റെ സ്കൂളിൽ നിന്നുള്ള ടീച്ചർമാരെല്ലാം തന്റെ അവയവങ്ങളെല്ലാം മറച്ചുകൊണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങളെ സ്കൂളിൽ നിന്നോ ഞങ്ങളെ വീട്ടിൽ നിന്നോ എനിക്ക് ഇതുവരെ ഒരു പരാതി എനിക്ക് ഇതുവരെ കാരണം ഞാൻ എന്റെ അച്ഛനും അമ്മയും എത്രത്തോളം നല്ല ഒരു സ്കൂളില് ആക്കാൻ പറ്റുന്നോ അത്രത്തോളം നല്ല ഒരു സ്കൂളിലെ ആക്കിയിട്ടുള്ളൂ. എപ്പോഴെങ്കിലും മോള് പോയിട്ട് ടീച്ചറോട് പറഞ്ഞോ, ടീച്ചറെ മര്യാദയ്ക്ക് സാരി ഒന്ന് ഉടുക്ക്? അത് റെസ്പെക്ട്നെസ് അല്ല. ടീച്ചർ ആ കുട്ടിയെ കുറിച്ച് ഒരു ചീത്തയായിട്ടുള്ള ഒരു വിചാരത്തിലായിരിക്കും വിചാരിക്കുക. അതുകൊണ്ട് എനിക്ക് ആ ക്ലാസ്സില് ഞാൻ നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. അപ്പൊ അതിലുള്ള മൈനസ് പോയിന്റ് എനിക്ക് കിട്ടരുതെന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. ഇപ്പോഴത്തെ കുട്ടിക്ക് മാക്സിമം ഫ്രീ ഉണ്ട്. അവരെ പാരന്റ്സ് തന്നെ ആ ഫ്രീകളും കൊടുക്കുന്നത്. ഇപ്പൊ ഒരു റേപ്പ് നടന്ന ആ ബോയിനായിരിക്കും കൂടുതലും കുറ്റം പറയുന്നത്. ആ ഗേളിന് ആ കുറ്റമുണ്ട്. ആ ഗേൾ ആ കാര്യം മറച്ചു വെച്ചെന്തിനാ പാരന്റ്സിനോട്? ചെറിയ കുട്ടികളാണ് ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. നിങ്ങളെ തൊട കാണിക്കുക, വയറ് കാണിക്കുക, പിന്നെ തോൾ ഭാഗം നല്ല വെളുത്തൂര് കാണിക്കുന്നത് ആരെ കാണിക്കണം? അധ്യാപകരല്ലേ ഇത് കാണിച്ചുകൊണ്ട് കിടക്കണം. എന്നാ പിന്നെ ചെടിയിട്ട് നടന്നാൽ ഒന്ന് പറയട്ടെ. അല്ല ഇല്ലെന്ന് പറയാനൊക്കില്ല. പറയാം നല്ല വെളുത്തു. ഞാൻ പറയാം നല്ല വെളുത്തു തുടുത്ത ഒരു പെൺകുട്ടി പകുതി ഇത്രയും ഭാഗം തുറന്നിട്ടുണ്ട്. ബ്രാ പോലെ ഇങ്ങനെ ശരിക്കും ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. തൊട കാണിച്ചിട്ടുണ്ട്, വയറ് കാണിച്ചിട്ടുണ്ട്, പൊക്കിളുണ്ട്. പുറകുവശം നല്ല തുടുത്ത് വെളുത്തിരിക്കുക. ഏതൊരു ആണായാലും ഒന്ന് തൊട്ട് നോക്കാൻ ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ നിങ്ങളെല്ലാം?